നമുക്ക് നേരെ പോയിട്ട് ഒരു ചായയും കുടിച്ച് വരാന്ന് പറഞ്ഞിട്ടാണ് എന്നെയും കൂട്ടിയിട്ട് പോകുന്നത്. ആദ്യമൊക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ കിട്ടുന്ന കണ്ടന്റ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനും കൂടെ ഇറങ്ങി. നമ്മൾ നേരെ റൂമിൽ നിന്ന് ഇവന്റെ അടുത്തോട്ടാണ് കേട്ടോ വന്നത്. എന്നിട്ട് ഇവനെ കൂട്ടിയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി. നമ്മളിപ്പോ ഈ ചായ കുടിക്കാൻ പോകുമ്പോൾ ടീ സ്പോട്ട് ഇവന് മാത്രമേ ഉണ്ടാവും. അവിടെ എത്തിയപ്പോ നേരെ തന്നെ ഞാൻ ഈ ചില്ലുംകുട്ടിന്റെ മുമ്പിലാണ് കേട്ടോ വന്നത്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാ ഇരിക്കുന്നത് നോക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ഡിന്നറെല്ലാം കഴിച്ചിരിക്കുമ്പോഴാണ് ഇവന്മാരുടെ ഒരു ചായ കൂടി പ്ലാനൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ വന്നത്. അതുകൊണ്ട് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്ന് വെച്ചിട്ട് നമ്മളങ്ങ് സത്യം പറഞ്ഞ ഈ നേന്ത്രപ്പഴമൊക്കെ കാണുമ്പോ കഴിക്കാൻ വേണ്ടി കൊതിയാ. പണ്ടൊക്കെ വീട്ടില് നേന്ത്രപ്പഴം കാണുമ്പോഴേ മൈൻഡാക്കി. അപ്പൊ ചായ കുടിക്കുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പൊ അവര് രണ്ടുപേരുടെയും ചായയും കിട്ടി, എനിക്ക് കഴിക്കാനുള്ള കടിയും. ഫസ്റ്റ് ഞാൻ ഈ ഷോപ്പ് കണ്ടപ്പോ ഓർത്ത് ഇതൊരു ചെറിയ ചായയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാന്നാണ് വിചാരിച്ചത്. അപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു വലിയൊരു കേരള റെസ്റ്റോറന്റ് തന്നെയാണ്. ആക്ച്വലി ഇത് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ വരുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ ഈ റെസ്റ്റോറന്റ് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും മാത്രം കണ്ടു. പരിപ്പോടി ഇലയടി അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കഴിക്കാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ ഈ ഇലയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്കാണെങ്കിലും ഞാൻ അവരുടെ ചായ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുമാതിരി വാട്ടവെള്ളം കലക്കി വെച്ച പോലെ ഉണ്ട്. അങ്ങനെ അവിടെയുള്ള ചായേനെയും പരിപ്പൊടിയും എല്ലാം കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളത് നേരെ റൂമിൽ പോവാണ്. ഇപ്പോഴാണെങ്കിൽ എന്റെ കയ്യിൽ എപ്പോൾ വണ്ടി കിട്ടിയാലും മാക്സിമം ഞാൻ ഓടിക്കാൻ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഞാനാണ് റൂം വരെ വണ്ടി ഓടിച്ചു വന്ന്. പിന്നെ വണ്ടീന്റെ ബാക്കിൽ ഇരിക്കുന്ന ആള് കാര്യമായിട്ട് തന്നെ നല്ല പ്രോത്സാഹനം തരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പേടിയില്ലാണ്ട് മെയിൻ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനും എനിക്ക് അറിയാം. അത് കുറച്ചു നേരം നമ്മൾ അവന്റെ ക്ലിനിക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ഇവന്മാർ രണ്ടുപേരും ആധികാരികമായി ചർച്ച ചെയ്യുന്നത് നോക്കി നിൽക്കലായിരുന്നു കേട്ടോ. എന്റെ മതി ബാക്കി കഥയല്ല ഇനി പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് നമ്മൾ നേരെ റൂമിൽ പോയി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.